വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. എൻ്റെ ഡ്രൈവിംഗ് ടിപ്സുകളൊക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇതൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡ്രൈവിംഗ് ഇരുന്നതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നീട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു, വണ്ടി കുറച്ച് മൂവാക്കി എവിടെയെങ്കിലും നിർത്തുമ്പോൾ വീണ്ടും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനിടയിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് പല പ്രാവശ്യം ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്നിച്ച് വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ എന്താണ് വഴി? എല്ലാത്തിനും വഴിയുണ്ട്. വഴിയില്ലാത്ത ഒരു കാര്യവുമില്ല. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്നിച്ച് ചെയ്യണം എന്നില്ല. അങ്ങനെ ഒന്നിച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പ്രധാനമായിട്ടും ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് മനസ്സിലാവുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യാം. അതിനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് നോക്കിയാലോ എങ്ങനെ ചെയ്യാമെന്ന്. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം സീറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അത് കൺഫ്യൂഷനുള്ളവർ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടുക. അതിനുശേഷം ഗിയർ ന്യൂട്രലാണെന്ന് ഉറപ്പുവരുത്തുക. ഹാൻഡ് ബ്രേക്ക് എൻഗേജഡാക്കി വെക്കുക. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും നിങ്ങൾ ചവിട്ടി പിടിച്ചിരിക്കണം. ചവിട്ടി പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കുന്നു. മുൻപോട്ടേക്കാണ് പോകേണ്ടതെങ്കിൽ ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുൻപോട്ടേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾ ഗിയറിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കേണ്ട. ഗിയർ ചേഞ്ച് ചെയ്യാനും നിൽക്കണ്ട. ഇതേ ഗിയറിൽ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഫസ്റ്റ് ഗിയറിൽ തന്നെ ഡ്രൈവ് ചെയ്യുക. ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാല് പതിയെ എടുക്കുകയാണ്. ബ്രേക്കിൽ നിന്ന് കാലെടുത്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹാഫ് ക്ലച്ച് ആവുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ് കിട്ടി. എൻ്റെ വലത് കാലം ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ആക്സിലറേറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പതിയെ ഞാനിപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കാലെടുത്ത് ബ്രേക്കിൽ വെച്ചു, ബ്രേക്ക് ലൈറ്റായിട്ട് കൊടുത്തു, ക്ലച്ച് ഫുള്ളാക്കി, ബ്രേക്ക് വീണ്ടും കൊടുത്തു. വണ്ടി ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടേ ഇല്ല. ഇനി ഞാൻ വണ്ടി വീണ്ടും മൂവാക്കുകയാണ്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പതിയെ ആക്സിലറേറ്ററിലേക്ക് വെച്ചു, ക്ലച്ചിൽ നിന്ന് കാലിത റിലീസാക്കി, ഹാഫ് ക്ലച്ചാക്കി വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. പതിയെ ഒരു ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ഞാനിതാ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കുറേ ദൂരം വണ്ടി കൊണ്ടുപോകാവുന്നതാണ്. എവിടെയെങ്കിലും നിർത്തണം തോന്നുമ്പോൾ ബ്രേക്ക് ചവിട്ടി നിങ്ങൾ നിർത്തുക. ഈ ഒരു സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ പ്രാക്ടീസ് ആക്കുക. ഗിയർ ഷിഫ്റ്റിംഗ് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഫസ്റ്റ് ഗിയറിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ ഭാഗം ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവായി. സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്ത് നിങ്ങൾ കുറേ ദൂരം ഓടിക്കുക. കുറച്ച് ദൂരം ഓടിച്ചതിന് ശേഷം വീണ്ടും വണ്ടി നിർത്തുക, വീണ്ടും വണ്ടി മുന്നോട്ടേക്ക് എടുക്കുക. ഇത് നിങ്ങളുടെ വണ്ടി ഏതെങ്കിലും ഒരു പ്ലെയിനായ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾ മാത്രം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്